നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം AEO എ മൊയ്തീൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ VC ബിനോജ്, സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ്, പ്രധാന അധ്യാപകരായ ബീന C ജേക്കബ്, KA സുജിനി, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് സിനി ഷാജു, റിസപ്ഷൻ കൺവീനർ ടോം മാർട്ടിൻ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ കാക്കശ്ശേരി, അധ്യാപക സംഘടനാ പ്രതിനിധികളായ സ്വാതി മനോഹർ, സൈജു കൊളങ്ങാടൻ, ഷൈനി ചെറുവത്തൂർ, PL ഗോപാലകൃഷ്ണൻ, CJ ജിജു, PK ലൈനു, MA ജാബിർ, നീൽ ടോം, VK വിപിൻ ദാസ്, C അബ്ദുൾ മുനീർ എന്നിവർ പങ്കെടുത്തു. നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലൊരുക്കിയ വേദികളിലാണ് കലോത്സവം നടക്കുക. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ചൊവ്വാഴ്ച നടന്നു. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 309 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 89 സ്കൂളുകളിൽ നിന്നായി 7000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിലും YouTube ചാനലിലും ഉണ്ടായിരിക്കും. അവസാന സമയമല്ല നമ്മുടെ ഉപജില്ലാ കലോത്സവം. അപ്പോൾ ഇനിയുമുള്ള പല അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം, അവർക്ക് തെളിയിക്കാം അവരുടെ കഴിവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ കലാമേള നടത്തേണ്ടത്. എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുക്കുക. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കലാമേള മുന്നോട്ട് പോകണം. അതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ തത്സമയ കാഴ്ചകളൊരുക്കി CCTV സ്റ്റുഡിയോ സജ്ജമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ CCTV സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. കുടുംബ പ്രേക്ഷകർക്ക് കൂടി കലോത്സവം കാണാനാകുന്ന രീതിയിൽ CCTV നടത്തുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടക പറഞ്ഞു. വർഷങ്ങളായി കലോത്സവ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന CCTVയുടെ പ്രവർത്തനത്തെ കുന്നംകുളം AEO എ മൊയ്തീനും അഭിനന്ദിച്ചു. CCTV ന്യൂസ് വിഭാഗം ഡയറക്ടർ KC ജോസ് സ്വാഗതവും ലൈവ് ചുമതല വഹിക്കുന്ന ഡയറക്ടർ VK പ്രമോദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പളും കലോത്സവം ജനറൽ കൺവീനറുമായ ഷീബ ജോസ്, ഫാദർ യാക്കൂബ് OIC, CCTV ഡയറക്ടർ ബാബു പോൾ, മാനേജർ സിൻഡോ ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങി സംഘാടക സമിതി അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. ജില്ലാ കലോത്സവങ്ങളും ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ കലോത്സവങ്ങളും ഞങ്ങളുടേതായ 1 ലക്ഷം വീടുകളിലേക്കും ഓൺലൈനായിട്ടും എത്തിക്കുന്ന ഒരു പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവം പൂർണ്ണമായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ അവസാന സമയം വരെ ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി കുന്നംകുളം ഉപജില്ലാ കലോത്സവം ഇതുപോലെ തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാവുന്ന തരത്തിലും അതുമാതിരി ലോകത്ത് എവിടെ ഇരുന്നാലും ഓൺലൈനിൽ കാണാവുന്ന തരത്തിലും ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ വന്നുകൊണ്ട് കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവർക്ക് അവരുടെ സമയം നഷ്ടപ്പെടാതെയും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വീണ്ടും കാണാനുമുള്ള ഒരു അവസരം കിട്ടുന്നു. അത് വളരെ മികച്ച ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ അസുഖബാധിതരായാലും എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് കാണാനുള്ള ഈ ഒരു അവസരം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കും. CCTV എന്നും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഏകദേശം 20 വർഷത്തോളമായി ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങളിലേക്ക് അതിന്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ തന്നെ വീടുകളിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കലയുടെ കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ CCTV ചെയ്യുന്ന ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ
ജില്ലാ കലോത്സവവും അതേപോലെ തന്നെ അതിന് മുമ്പത്തെ വർഷം സംസ്ഥാന കായികമേളയും കുന്നംകുളത്ത് വെച്ച് നടന്നപ്പോഴൊക്കെ തന്നെ കൃത്യമായി അതിന്റെ എല്ലാ തലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് CCTV തന്നെയാണ്. പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി പറയണേ. പ്രത്യേകിച്ച് ഉദ്ഘാടകനായ DD, അതുപോലെ AO, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഇത് എല്ലാ തരം സഹകരണങ്ങളും ഇത് കഴിയുന്നവരെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം. കലോത്സവ വേദിയാകെ തുടിതാളവും തുളുഭാഷയിലെ വരികളും നിറഞ്ഞുകേട്ടപ്പോൾ സദസ്സിൽ പലരുടെയും മുഖത്ത് കൗതുകം വിടർന്നു. കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഇടം പിടിച്ച മംഗലം കളി സ്റ്റേജിൽ അരങ്ങേറിയപ്പോൾ പങ്കെടുത്ത ടീമുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പെങ്ങാമുക്ക് ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള സംഗീത നൃത്തരൂപമായ മംഗലം കളി തന്മയത്തോടും മെയ്വഴക്കത്തോടും കൂടിയാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. പാളത്തൊപ്പിയും പരമ്പരാഗത വേഷവും അണിഞ്ഞ അവർ അരങ്ങു തകർത്തു. തുടിയുടെ താളത്തിനൊത്ത് കുട്ടികൾ ഓരോരുത്തരും മനോഹരമായി ചുവടുവെച്ചു. മംഗലം കളിയിൽ 7 തുടികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സമുദായത്തിലെ വിവാഹ ചടങ്ങിന് തലേന്ന് സ്ത്രീകളെല്ലാവരും ചേർന്ന് ആടിപ്പാടിയാണ് മംഗലം കളി കളിക്കുന്നത്. ആടിപ്പാടി ആവേശം കൂടി അവസാനത്തിലെത്തുമ്പോഴേക്കും സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളി പുരോഗമിക്കുക. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമായും ഇതിനെ കാണുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മംഗലം കളി ഇപ്പോഴുമുണ്ട്. ഇതിന്റെ പാട്ടുകളും കളികളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചാൽ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കൊട്ടുകൾ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് മംഗലം കളിയുടെ കാര്യത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മലപ്പുലയാട്ടം, പളിയനൃത്തം, പണിയനൃത്തം, ഇരുളനൃത്തം എന്നീ ഗോത്രകലകളും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. M. കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരം അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. തൃശൂരിൽ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാരദാന സമ്മേളനത്തിൽ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഫലകവും 12,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം കൈമാറി. ഗ്രന്ഥശാലാ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ PN ഗണേഷ് പരിചയപ്പെടുത്തൽ നിർവഹിച്ചു. അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മളോത്സവം 2025 റിയാദിലെ അൽ യാസ്മീൻ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറി. കലാകായിക പരിപാടികളും സാംസ്കാരിക സമ്മേളനവും അടക്കം വിപുലമായാണ് പരിപാടി ആഘോഷിച്ചത്. ഔട്ട്ഡോർ മത്സരങ്ങളോടെ ആരംഭിച്ച പരിപാടി രാത്രി 12 വരെ നീണ്ടുനിന്നു. വടംവലി, സ്പൂൺ റേസ്, പെനാൽറ്റി, ഷൂട്ടൌട്ട് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു. നസീബ് കലാഭവൻ അവതരിപ്പിച്ച മാജിക്കൽ ഫിഗർ ഷോ, അക്ബർ ചാവക്കാടിന്റെ സാക്സോഫോൺ പ്രകടനം, കുഞ്ഞുമുഹമ്മദ് നയിച്ച മ്യൂസിക്കൽ നൈറ്റ് എന്നിവയുമുണ്ടായി. കുട്ടികളുടെ ഫാഷൻ ഷോ, ഒപ്പന, നൃത്യങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ മാറ്റുകൂട്ടി. സാംസ്കാരിക സമ്മേളനം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരിഫ് വൈശ്യമീട്ടിൽ ആമുഖപ്രസംഗം നിർവഹിച്ചു. സയ്യിദ് ജാഫർ അധ്യക്ഷനായിരുന്നു. ഷിഹാബ് കൊട്ടുകാട്, പുഷ്പരാജ്, റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, റഹ്മാൻ മുനമ്പത്ത്, അബ്ദുൽ ഖാദർ, ഷാഹിദ് അറക്കൽ, സിറാജുദ്ദീൻ ഓവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. പ്രൊഫഷണൽ, ഡിഗ്രി, 10, +2 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്ററിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററി അൻവർ ഖാലിദ്, അൻസാഫ്, അബ്ദുൽ വഹാബ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. ചിത്രകാരൻ, അവതാരകൻ, ഗായകൻ എന്നീ നിലകളിൽ കലാരംഗത്ത് മികച്ച സംഭാവന നൽകിയതിന് ഷാജഹാൻ ചാവക്കാടിൽ നിന്നും നിസാർ ഗുരുക്കൾ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി. കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി. നോർക്ക കെയർ CEO, സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്ക് ഇമെയിൽ അയച്ച് മറ്റ് സംഘടനാംഗങ്ങൾ നേതൃത്വം നൽകി. I
തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം അറക്കൽ അങ്ങാടി വഴി സ്കൂളിലെത്തി സമാപിച്ചു. കുട്ടികൾ ട്രോഫികൾ കൈകളിലേന്തി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. LP അറബിക് വിഭാഗത്തിൽ 3ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ജനറൽ വിഭാഗം അഗ്രിഗേറ്റ് 3ാം സ്ഥാനം നേടി. ഉപജില്ലാ ശാസ്ത്രമേളയിലും സ്കൂൾ 2ാം സ്ഥാനം നേടിയിരുന്നു. ആഹ്ലാദ പ്രകടനത്തിന് സ്കൂൾ പ്രധാനാധ്യാപകൻ E. ബാലകൃഷ്ണൻ, അധ്യാപകരായ കമറുന്നിസ, സാജിദ, സന്ധ്യ, PTA വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. ചരമം. പൊന്നിയൂർ വെട്ടിപ്പുഴയ്ക്ക് വടക്ക് ഭാഗം താമസിക്കുന്ന മുക്കണ്ടത്ത് പരേതനായ കുഞ്ഞാവു മകൻ അബ്ദുറഹ്മാൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. കബറടക്കം മന്നലാങ്കുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ജമീല ഭാര്യയും രജീഷ്, റജീന, റജീബ് എന്നിവർ മക്കളുമാണ്. തിരുവത്ര പുതിയറ പൊന്ന റോഡിൽ പരേതനായ ഐനിപ്പുള്ളി നാരായണൻ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടത്തും. ഗോപിനാഥ്, കോമള, നിർമ്മല, പ്രേമ, മനോജ് കുമാർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.